പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥനയുടെ മാസം. എന്നാൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാകരുത്. മറ്റുള്ളവരെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോഴേ ദുആക്ക് ഇജാബത്ത് ലഭിക്കൂ എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളെ കണ്ടു. അയാൾ നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പക്ഷെ അയാൾക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. ഉടനെ സങ്കടപ്പെട്ട് മുസാ നബി അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഇങ്ങനെ അയാൾ ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് അയാൾക്കതിന് നീ ഉത്തരം നൽകുന്നില്ല? അപ്പോൾ അള്ളാഹു കൊടുത്തൊരു മറുപടിയുണ്ട്, മൂസേ, ഇന്നഹു ബഖീലുൻ യദ്ഉ ലി നഫ്സിഹി വലാ യദ്ഉ ലി ഗൈരിഹി. അയാൾ പിശുക്കനാണ്. അയാളുടെ ദുആ അയാൾക്ക് വേണ്ടി മാത്രമാണ്, മറ്റൊരാളുടെ കാര്യത്തിലും അയാൾ ദുആ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ മറ്റുള്ളവരെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.